ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി സമൃദ്ധമായി വളരാനും ഒട്ടും മുടി കൊഴിച്ചിലില്ലാതെ സമൃദ്ധമായി വളരാനായിട്ടുള്ളൊരു പാക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിനായി നമുക്ക് വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വേഗം തന്നെ ഈ പാക്ക് തയ്യാറാക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ അളവിൽ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടും വോളിയത്തിനനുസരിച്ചും ഉലുവയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 2 സ്പൂണാണ് ഉലുവ എടുക്കുന്നത്. നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനും വോളിയത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് 2 സ്പൂണാണ് കേട്ടോ. ഉലുവയുടെ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉലുവ സ്കിന്നിനായാലും ഹെയറിനായാലും ശരീരത്തിനുള്ളിൽ കഴിക്കാനായാലും ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്നത്. ഉലുവയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇല്ലേ. മുടിയുടെ റീഗ്രോത്തിനും ഉള്ളിനും താരനില്ലാതാക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഡെയിലി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലില്ലാതെ മുടി സമൃദ്ധമായി വളരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കഞ്ഞിവെള്ളം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉലുവ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ രാത്രി വെച്ചിട്ട് ഞാൻ പകലാണ് എടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഉലുവ ഒരു വിധം ആയി വന്നിട്ടുണ്ടാകും, അതായത് ഒന്ന് സോക്കായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് മാത്രം അടിപൊളി ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് നമ്മുടെ മുടിയിലേക്ക് ഏത് ഓയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓയിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഞാൻ കാച്ചിയ എണ്ണയാണ് തേക്കാറ്. അത് കഴിഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് നല്ല കട്ടിയിലായി തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ മുടി ഇതാണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു മുടിയാണ് എൻ്റെ. പക്ഷെ നന്നായിട്ട് ഹെയർ ലോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരാഴ്ചത്തോളം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ ജടയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോ ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനത് ആദ്യം തന്നെ റൂട്ടിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് തലയോട്ടിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തലയോട്ടിലേക്കാണ് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഓരോരോ പാർട്ട് വാഷ് എടുത്തിട്ട് ഞാനിത് മുടിയുടെ എൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്ക് കുറച്ച് നീളം വെച്ച പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലെല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ നിങ്ങൾക്ക് ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ മുടി കൊഴിച്ചലിന് ഒരു ശമനം ഉണ്ടായിരിക്കും. താരനുണ്ടെങ്കിൽ അത് കുറയും. എല്ലാത്തിനും ഒരു അടിപൊളി ഒരു പാക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ്സെങ്കിലും നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് മസാജിങ് കൊടുക്കാം. നല്ല അടിപൊളി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാജിങ് കൊടുക്കുന്നത്. ആഫ്റ്റർ നമുക്കൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാവും നമുക്ക് കിട്ടുക. എന്തായാലും നിങ്ങൾ ഈ പാക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബായ്.